സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്തു പോകുന്ന 6 സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്തു പോകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റേഞ്ചാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ അറബിക്കടലിനും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലും ഈസ്റ്റേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് വെസ്റ്റേൺ ഗാട്സ്. ഇപ്പൊ ഇടയ്ക്കൊക്കെ ഘാട്ടുകളൊക്കെ ഉണ്ട്, ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെങ്കോട്ടை, പാലക്കാട്ട് എന്നുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും ഈസ്റ്റേൺ ഗാട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് റേഞ്ച് ആണ്. ഏകദേശം 600ഓളം നദികളാണ് വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ നാരോ ഗ്യാപ്പിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട നദികൾ നമുക്കിവിടെ നോട്ട് ചെയ്യാം. അതിൽ ഇന്ത്യയുടെ വാട്ടർ റിസോഴ്സിന്റെ, ഇൻലാൻഡ് വാട്ടർ റിസോഴ്സിന്റെ 18% ഈ റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് നോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിൽ നെയ്യാർ, സദേൺ മോസ്റ്റ് റിവർ ആയിട്ടുള്ള നെയ്യാർ റൂട്ട് നമുക്ക് നോട്ട് ചെയ്യാം. പ്രധാന നദികളാണ് നെയ്യാറുണ്ട്, കല്ലടയാറുണ്ട്, പമ്പ, പെരിയാർ, ഭാരതപ്പുഴ. ഇതാണ് മേജർ റിവേഴ്സ് എന്ന് പറയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ കല്ലടയാറും ഇതിൽ നോട്ട് ചെയ്യാം. കല്ലടയാറ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന നദികളാണ്. ഇപ്പൊ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇതെല്ലാം ഈ പ്രധാനപ്പെട്ട നദികളെല്ലാം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട നദികളെല്ലാം നമ്മളുടെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നിന്നാണ് ഈ നദികൾ മിക്കതും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കർണാടകയിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നേത്രാവതി. നേത്രാവതി എന്നുള്ള നദി, നേത്രാവതി ഉണ്ട്. നേത്രാവതി, കാളി നദി, ശരാവതി, ഗംഗാവാലി. ഇടയ്ക്ക് അർജുന ലോറിയായിട്ട് പെട്ടുപോയ റിവറാണ് ഈ ഗംഗാവാലി. കർണാടകയിലാണ്, കാർവാർ റീജിയനിലാണ്, ഉത്തര കർണാടക റീജിയനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ഗോവയിലേക്ക് പോവുകയാണെങ്കിൽ ഗോവയിൽ പ്രധാനപ്പെട്ട 3 റിവേഴ്സ് ഉണ്ട്: മണ്ടോവി, സുവാരി, റെയ്ച്ചൂൾ. മണ്ടോവി, സുവാരി, റെയ്ച്ചൂൾ എന്നുള്ള നദി ഗോവയിലെ പ്രധാനപ്പെട്ട നദിയാണ്. അത് കഴിഞ്ഞ പിന്നെ മഹാരാഷ്ട്രയില് ഉള്ള നദി വൈതർണി എന്നുള്ള നദി, സാവിത്രി എന്നുള്ള നദിയൊക്കെ ഈ മഹാരാഷ്ട്രയിലുള്ള ഈ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഫ്രം വെസ്റ്റേൺ ഗാട്സ് ആണ്. വെസ്റ്റേൺ ഗാട്സ് ഉത്ഭവിച്ച് അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. അപ്പൊ കേരളത്തിൽ ഒരുപാട് നദികളുണ്ട്. കേരളത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള